കോലാലംപൂരിൽ നിന്ന് പുറപ്പെടുന്ന MH370 എന്ന മലേഷ്യൻ എയർലൈൻസിൻ്റെ വിമാനം രാവിലെ 6:30 ചൈനയിലെ ബെയ്ജിംഗ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യും. ക്രൂ അടക്കം വിമാനത്തിലുള്ളത് 239 പേർ. അതിൽ 5 പേർ ഇന്ത്യക്കാർ. കോക്ക്പീറ്റിൽ 18,000 മണിക്കൂർ വിമാനം പറത്തി അനുഭവ സമ്പത്തുള്ള മലേഷ്യൻ എയർലൈൻസിൻ്റെ ഏറ്റവും മികച്ച പൈലറ്റുമാരിൽ ഒരാൾ 51-കാരനായ സഹാരി അഹമ്മദ് ഷാ. മലേഷ്യയിൽ നിന്നും ബെയ്ജിംഗിലെത്താൻ ആവശ്യമായ സമയം 6.5 മണിക്കൂർ. വിമാനത്തിൻ്റെ മോഡൽ ബോയിങ് 777. സുരക്ഷയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒന്ന്. സമയം രാത്രി 12:41, വർഷം 2014, ദിവസം മാർച്ച് 8. MH370 കോലാലംപൂർ എയർപോർട്ടിൽ നിന്ന് ബെയ്ജിംഗ് ലക്ഷ്യമാക്കി പറന്നുയർന്നു. യാത്രക്കാരെ സ്വീകരിക്കുവാനായി പ്രിയപ്പെട്ടവർ ബെയ്ജിംഗ് എയർപോർട്ടിലെത്തുവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. രാത്രി 1:15 മലേഷ്യൻ എയർ ട്രാഫിക് കൺട്രോൾ സ്റ്റേഷനിൽ നിന്നും വിയറ്റ്നാം ഹോച്ചിമിൻ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് MH370 നിർദ്ദേശം ലഭിച്ചു. മറുപടിയായി ക്യാപ്റ്റൻ സഹാരി അഹമ്മദ് ഷാ ശുഭരാത്രി നേർന്നു. വിമാനം ഇപ്പോൾ ഉള്ളത് മലേഷ്യയുടെയും വിയറ്റ്നാമിൻ്റെയും വ്യോമാതിർത്തിയിലാണ്. യാത്രക്കാരിൽ പലരും ഉറക്കത്തിനും മയക്കത്തിനും മധ്യേയുള്ള ആലസ്യത്തിലേക്ക് കടന്നു. MH370 ഇപ്പോൾ ഉള്ളത് ഭൂമിയിൽ നിന്ന് 35,000 അടി ഉയരത്തിലാണ്. എല്ലാം പതിവ് പോലെ സാധാരണവും ശാന്തവുമാണ്. പൊടുന്നനെ ആകാശമധ്യത്തിൽ വെച്ച് ഇതാ MH370 എന്ന പടുകൂറ്റൻ യാത്രാവിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. MH370 ഹോച്ചിമിൻ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാത്തതിനെ തുടർന്ന് വിമാനം കാണാനില്ലെന്നു തിരിച്ചറിഞ്ഞ മലേഷ്യൻ അധികൃതർ അന്വേഷണം ആരംഭിച്ചു. തായ്ലൻഡും ഹോങ്കോങ്ങും വിയറ്റ്നാമും MH370യുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. യാത്രക്കാരുടെ ബന്ധുക്കൾ ഫോണിൽ വിളിച്ചു നോക്കി. എല്ലാ ഫോണുകളും റിംഗ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു കോള് പോലും അറ്റൻഡ് ചെയ്യപ്പെട്ടില്ല. വളരെ ഉയരത്തിൽ പറക്കുന്നത് കൊണ്ട് തന്നെ വിമാനത്തിലെ സെൽഫോണുകൾ ട്രാക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. 7 മണിക്കൂർ പറക്കാൻ ആവശ്യമായ ഇന്ധനമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. എയർക്രാഫ്റ്റ് കാണാതായ സമയം തെക്കൻ ചൈന കടലിൽ ഒരു പൊട്ടിത്തെറി കണ്ടിരുന്നു എന്ന വിവരം ലഭിച്ചു. ഇതോടെ എയർക്രാഫ്റ്റ് കടലിൽ തകർന്നു വീണു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. വിവരം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി. ആ വിവരം അടിസ്ഥാനരഹിതമാണെന്ന് പിന്നീട് കണ്ടെത്തി. കാണാതായി മണിക്കൂറുകൾ പിന്നിട്ടും MH370യെക്കുറിച്ചുള്ള കാര്യമായ ഒരു വിവരവും കണ്ടെത്താൻ മലേഷ്യയ്ക്കായില്ല. വിമാനവുമായുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ട് 2ാം ദിവസമായപ്പോൾ ആദ്യത്തെ നിർണായക വിവരം ലഭിച്ചു. അത് വളരെ അസാധാരണവും അങ്ങേയറ്റം അസ്വാഭാവികവുമായിരുന്നു. റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായതിനു ശേഷം സഞ്ചരിക്കേണ്ടതിന് എതിർ ദിശയിലേക്ക് തിരിഞ്ഞ് സുമാത്ര ദ്വീപിന് സമീപത്തുള്ള മലാക്ക കടലിടുക്കിന് സമാന്തരമായി MH370 സഞ്ചരിച്ചു എന്ന് മലേഷ്യയുടെ സൈനിക റഡാറിൽ നിന്ന് കണ്ടെത്തി. അതായത് മലേഷ്യൻ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായതിനു ശേഷവും എയർക്രാഫ്റ്റ് 1 മണിക്കൂറോളം സഞ്ചരിച്ചിരിക്കുന്നു. റഡാറിൽ പതിഞ്ഞ ആ എയർക്രാഫ്റ്റ് MH370 ആയിരുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ മലേഷ്യൻ സൈന്യത്തിനായില്ല. എന്നാൽ എയർക്രാഫ്റ്റിൻ്റെ സവിശേഷതകളെല്ലാം MH370യുടേതായിരുന്നു. അതുകൊണ്ട് തന്നെ റഡാറിൽ പതിഞ്ഞത് കാണാതായ മലേഷ്യൻ വിമാനം തന്നെയാകാമെന്ന് സൈന്യം വ്യക്തമാക്കി. മലേഷ്യയുടെ സിവിലിയൻ റഡാറിൽ നിന്ന് കാണാതായ വിമാനം മിലിറ്ററി റഡാറിൻ്റെ പരിധിയിൽ വരികയും പിന്നീട് അതിൻ്റെ പരിധി വിട്ടു പോകുകയുമായിരുന്നു എന്ന നിഗമനത്തിൽ മലേഷ്യൻ അധികൃതർ എത്തി. വിമാനം എന്തിന് റൂട്ട് മാറ്റണം? റഡാറിൽ നിന്ന് കാണാതായതിനു ശേഷവും യാത്ര ചെയ്യണമെങ്കിൽ ആരുടെയെങ്കിലും ബോധപൂർവമായ ഇടപെടൽ ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടാകുമോ? ആ നിമിഷം മുതൽ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യോമയാന ദുരൂഹതകളിലൊന്ന് ആരംഭിച്ചു. വിമാനം റൂട്ട് മാറ്റി സഞ്ചരിച്ചെന്ന് മനസ്സിലായതിനു ശേഷം 40 കപ്പലുകളും 34 വിമാനങ്ങളും MH370യെ തേടിയിറങ്ങി. ആൻഡമാൻ കടലിലും തെക്കൻ ചൈന കടലിലും വിപുലമായ അന്വേഷണം നടത്തി. എന്നാൽ ഒരേ സമയം ഒരു എയർക്രാഫ്റ്റിനായി കിഴക്കും പടിഞ്ഞാറും ഒരുപോലെ അന്വേഷിക്കുന്നത് വലിയ വിവാദങ്ങൾക്ക് കാരണമായി. കാരണം ഒരേ സമയം ഒരു എയർക്രാഫ്റ്റ് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും സഞ്ചരിക്കുന്നു എന്ന ചിന്ത തന്നെ വിചിത്രമായിരുന്നു. കാണാതായി ഒരാഴ്ചയ്ക്ക് ശേഷം മലേഷ്യൻ അധികൃതർ വിമാനവുമായുള്ള സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാനത്തിൽ MH370 പടിഞ്ഞാറൻ മലേഷ്യയിൽ വെച്ച് ഒരു യു-ടേൺ എടുത്തിരുന്നു എന്ന് സ്ഥിരീകരിച്ചു. അതുകൊണ്ട് തെക്കൻ ചൈന കടലിൽ നടത്തിയ തിരച്ചിൽ അവസാനിപ്പിക്കുന്നതായി മലേഷ്യ അറിയിച്ചു. എയർക്രാഫ്റ്റുകളുടെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കൈകാര്യം ചെയ്യുന്ന ബ്രിട്ടീഷ് കമ്പനിയായ ഇമ്മർസാറ്റിന് ലഭിച്ച വിവരപ്രകാരം MH370യ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിന് 2 നിഗമനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മലേഷ്യയുടെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായതിനു ശേഷവും എയർക്രാഫ്റ്റ് മുന്നോട്ട് പോയിട്ടുണ്ടാകാം. എന്നാൽ അത് 100% ഉറപ്പിച്ചു പറയുവാനുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. വിമാനം വടക്കു ദിശയിലോ അല്ലെങ്കിൽ തെക്കു ദിശയിലോ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 2 സാധ്യതകളായിരുന്നു ഉണ്ടായിരുന്നത്. തെക്കു ഭാഗത്തേക്കാണ് എയർക്രാഫ്റ്റ് പറന്നതെങ്കിൽ
ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്കൻ ഉൾപ്രദേശങ്ങളിൽ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാകും. വടക്കു ഭാഗത്തേക്കാണ് സഞ്ചരിച്ചതെങ്കിൽ മധ്യ ഏഷ്യയിലായിരിക്കും MH370 എത്തിയിട്ടുണ്ടാകുക. അങ്ങനെയാണെങ്കിൽ ഖസാക്കിസ്ഥാൻ അടക്കമുള്ള മധ്യ ഏഷ്യയിലെ എവിടെയെങ്കിലും വിമാനം ലാൻഡ് ചെയ്തിട്ടുണ്ടാകും. മറിച്ച് തെക്കോട്ടാണ് പറന്നതെങ്കിൽ MH370 കടലിൽ തകർന്നു വീഴുകയും എല്ലാവരും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടാകും. ഈ രണ്ടു സാധ്യതകളും സ്ഥിരീകരിക്കാൻ ആവശ്യമായ ഒരു തെളിവും കണ്ടെത്താൻ മലേഷ്യയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. കാണാതായി 16-ാം ദിവസം മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വിശദീകരണം വന്നു. ഇമ്മർസാറ്റ് വിവരങ്ങളുടെയും എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇന്തോനേഷ്യ മുതൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്കുഭാഗം വരെയുള്ള തെക്കൻ ഇടനാഴിയിലൂടെ വിമാനം ദീർഘദൂരം സഞ്ചരിച്ചു. ലാൻഡിംഗ് സാധ്യതകൾ ഇല്ലാത്തയിടത്ത് MH370 എത്തിപ്പെടുകയും തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വിമാനം തകർന്നു വീഴുകയും ചെയ്തു. എന്നാൽ എയർക്രാഫ്റ്റ് ദുരന്തത്തിൽപ്പെടുകയല്ല, മറിച്ച് ദുരൂഹമായ എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുകയായിരുന്നു എന്ന് അവർ കൂട്ടിച്ചേർത്തു. ഇതോടെ സംശയങ്ങൾ പൈലറ്റ് സഹാരി അഹമ്മദ് ഷായിലേക്ക് നീണ്ടു. സഹാരി വിമാനം ഹൈജാക്ക് ചെയ്തതാണ് എന്ന് ലോകമെമ്പാടും വാർത്തയായി. ഇത്രയും ആളുകൾ മരിച്ചു എന്ന് വ്യക്തമാക്കുന്ന യാതൊരു തെളിവും കണ്ടെത്താനാകാത്തതുകൊണ്ട് തന്നെ മലേഷ്യയുടെ വിശദീകരണം വിശ്വസിക്കാൻ ആരും തയ്യാറായില്ല. ഇതോടെ മലേഷ്യൻ ഗവൺമെന്റിനും എയർലൈൻസിനുമെതിരെ ആളുകൾ പ്രതിഷേധിച്ചു തുടങ്ങി. തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാതെ അവരിൽ പലരും കുഴഞ്ഞു വീണു. പ്രിയപ്പെട്ടവർ മരിച്ചു എന്ന് വിശ്വസിക്കാൻ ആരും തയ്യാറായിരുന്നില്ല. കാരണം അത് ഉറപ്പിക്കുന്ന ഒരു തെളിവുകളും അവർക്ക് ലഭിച്ചിരുന്നില്ല. ചില കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു ഈ വിലയിരുത്തലുകൾ. മലേഷ്യയുടെ ഔദ്യോഗിക വിശദീകരണത്തിന് ശേഷം തിയറികൾ പലതും പുറത്തു വന്നു. പൈലറ്റ് സഹാരി യാത്രക്കാരെ കൂട്ടത്തോടെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തതാണ് എന്നായിരുന്നു അതിൽ ആദ്യത്തേത്. ശുഭരാത്രി നേർന്ന് സഹാരി സംഭാഷണം അവസാനിപ്പിച്ചതിന് ശേഷം വിമാനം വിയറ്റ്നാമിനും മലേഷ്യയ്ക്കും മധ്യയുള്ള പ്രത്യേകിച്ച് ഒരു രാജ്യത്തിൻ്റെയും വ്യോമാതിർത്തിക്കുള്ളിൽപ്പെടാത്തയിടത്തേക്ക് പ്രവേശിച്ചു. മലേഷ്യയുടെയും വിയറ്റ്നാമിൻ്റെയും അധീനതയിൽപ്പെടാത്ത ആ ഭാഗം അങ്ങേയറ്റം വിജനമാണെന്നറിയാവുന്ന സഹാരി കോ പൈലറ്റിനെ യാത്രക്കാരുടെ അടുത്തേക്ക് പറഞ്ഞയച്ച് കോക്ക്പിറ്റ് ലോക്ക് ചെയ്തു. തുടർന്ന് അയാൾ വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാക്കുവാനായി ലൈറ്റുകൾ ഓഫാക്കി. വിമാനത്തിന്റെ വൈദ്യുതി വിച്ഛേദിച്ചു. യാത്രക്കാർക്ക് അസാധാരണമായി ഒന്നും തോന്നിയില്ല. വിമാനം റഡാറിൽ നിന്ന് കാണാതായി എന്ന് ഉറപ്പാക്കിയ സഹാരി യാത്ര ചെയ്യേണ്ടതിന് എതിർ ദിശയിലേക്ക് MH370 തിരിച്ചു. ഈ സമയം തിരികെ എത്തിയ സഹ പൈലറ്റ് സഹാരി കോക്ക്പിറ്റ് ലോക്ക് ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞു. പക്ഷേ അയാൾക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഇതിനിടയിൽ സഹാരി വിമാനത്തിലെ വായുമർദ്ദം കുറച്ചു. വൈകാതെ എയർക്രാഫ്റ്റിനുള്ളിലെ ഓക്സിജൻ കുറഞ്ഞു വന്ന് ഇല്ലാതാവുകയും ഹൈപ്പോക്സിയ എന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്തു. യാത്രക്കാർ ഉഴഞ്ഞു വീണു. ശേഷം അയാൾ എയർക്രാഫ്റ്റ് തെക്കോട്ട് തിരിക്കുകയും ഇന്ധനം കത്തിത്തീരും വരെ അനന്തമായ ഇരുട്ടിലേക്ക് വിമാനം കൊണ്ടുപോവുകയും ചെയ്തു. ഇന്ധനം തീർന്ന് 239 പേരുമായി MH370 തകർന്നു വീണു. ഒരു മാസ് മർഡർ സൂയിസൈഡ് വ്യോമചരിത്രത്തിൽ മുമ്പും ഉണ്ടായിട്ടുണ്ടെങ്കിലും 6 മണിക്കൂർ സമയമെടുത്ത് മാസ് മർഡർ സൂയിസൈഡ് നടത്തിയ ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നത് ആ സാധ്യതയെ ചോദ്യമുനയിൽ നിർത്തി. എന്നാൽ മലേഷ്യൻ എയർലൈൻസിന്റെ ഏറ്റവും അനുഭവസമ്പന്നനായ വിശ്വസ്തനായ പൈലറ്റുമാരിൽ ഒരാളായ സഹാരി എന്തിനത് ചെയ്യണം? MH370 കാണാതായി 4.5 മാസത്തിനുള്ളിൽ മലേഷ്യയുടെ തന്നെ മറ്റൊരു ബോയിങ് 777 MH17 300 യാത്രക്കാരുമായി റഷ്യൻ ബോർഡറിന് സമീപം യുക്രൈനിൽ തകർന്നു വീണു. MH17 കൂടി തകർന്നു വീണതോടെ ഈ 2 വിമാന അപകടങ്ങൾ തമ്മിൽ ബന്ധമുള്ളതായി പലരും സംശയിച്ചു. തെക്കൻ ചൈന കടലിലെ തിരച്ചിൽ അവസാനിപ്പിച്ച ശേഷം MH370ക്കായി ഓസ്ട്രേലിയ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തിരച്ചിൽ തുടങ്ങിയിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് എയർക്രാഫ്റ്റ് വീണതെങ്കിൽ അത് കണ്ടെത്തുക എന്നത് അങ്ങേയറ്റം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. പടിഞ്ഞാറൻ ഓസ്ട്രേലിയൻ തീരത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനുമിടയിൽ 18,000 ചതുരശ്ര കിലോമീറ്ററിലധികം തിരച്ചിൽ നടത്തേണ്ടതുണ്ടായിരുന്നു. 43 കപ്പലുകളും 58 വിമാനങ്ങളും ഈ തിരച്ചിലിന്റെ ഭാഗമായി. 14 രാജ്യങ്ങൾ അന്വേഷണത്തിൽ പങ്കാളികളായി. ഇവർ തിരച്ചിൽ നടത്തിയ പ്രദേശത്തിന്റെ അളവ് അമേരിക്കൻ ഉപഭൂഖണ്ഡത്തേക്കാൾ വലുതായിരുന്നു. വിമാനത്തിൽ നിന്ന് ലഭിച്ച അവസാന സിഗ്നലിന്റെയും ഇമ്മർസാറ്റ് വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ MH370 തെക്കോട്ട് സഞ്ചരിച്ചു എന്ന നിഗമനത്തിൽ 14 രാജ്യങ്ങൾ ചേർന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു നടത്തിയ തിരച്ചിലിൽ ഒരു വിവരവും കണ്ടെത്താൻ സാധിച്ചില്ല. ഇത് യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. MH370 കാണാതായത് റഷ്യ ക്രിമിയയിൽ കടന്നുകയറ്റം നടത്തി ഒരാഴ്ചയ്ക്ക് ശേഷമായിരുന്നു. അതുകൊണ്ട് തന്നെ വിമാനം 3 റഷ്യക്കാർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയതാണെന്ന തരത്തിൽ തിയറികൾ വന്നു. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന ഉപകരണം ഓഫ് ചെയ്തിരുന്നു എന്നും പിന്നീട് അത് ഓൺ ചെയ്തിരുന്നു എന്നും ഇമ്മർസാറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു.
ഫസ്റ്റ് ക്ലാസ് സീറ്റിനും പൈലറ്റ് ക്യാബിനും നടുവിലുള്ള ഇലക്ട്രോണിക്സ് ബേയിലൂടെ കടന്നാൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന ഉപകരണം ഓഫ് ചെയ്യാൻ സാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ ആരോ ഇത്തരത്തിൽ കടന്നുകയറ്റം നടത്തിയതാണെന്നും വിലയിരുത്തലുകളുണ്ടായി. ഒരു ഉപകരണം ഉപയോഗിച്ച് എയർക്രാഫ്റ്റുമായുള്ള സാറ്റലൈറ്റ് ആശയവിനിമയം നഷ്ടപ്പെടുത്തിയ ശേഷം എയർക്രാഫ്റ്റിന്റെ നിയന്ത്രണം ഇവർ ഏറ്റെടുത്തു. തുടർന്ന് എയർക്രാഫ്റ്റിന്റെ ദിശ മാറ്റി മറ്റൊരിടത്ത് ലാൻഡ് ചെയ്യുകയായിരുന്നുവെന്ന് ഈ തിയറിയിൽ പറയുന്നു. എന്നാൽ മലേഷ്യൻ അധികൃതർ ഇതിനെ ശക്തമായി എതിർത്തു. മറ്റൊരു സുപ്രധാന തിയറി വിമാനത്തിനുള്ളിൽ കയറ്റിയ 2.5 ടൺ ഭാരമുള്ള ഇലക്ട്രോണിക്സ് ചരക്കുകളെക്കുറിച്ചുള്ളതായിരുന്നു. ലിഥിയം അയൺ ബാറ്ററികളും വാക്കി ടോക്കികളും അതിനോട് അനുബന്ധിച്ച ചാർജറുകളും അടങ്ങുന്ന ഈ ചരക്കുകൾ രാത്രി വളരെ വൈകി സുരക്ഷാ അകമ്പടിയോടെ എത്തിച്ച് MH370 കയറ്റി. ഇവയൊന്നും സ്കാൻ ചെയ്തിരുന്നില്ല. ഫ്രഞ്ച് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഫ്ലോറൻസി ഡി ചങ്കി MH370 തിരോധാനത്തിന് ഈ കാർഗോയുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. ചൈനയിലേക്ക് ഈ ചരക്കുകൾ കൈമാറുന്നത് തടയാനായി അമേരിക്കയുടെ ഇടപെടലുണ്ടായി. ഈ ചരക്കുകൾ അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താതിരിക്കാൻ അമേരിക്ക ശ്രമിച്ചു എന്നിവർ പറയുന്നു. സഹാരി ഗുഡ് നൈറ്റ് പറഞ്ഞതിനു ശേഷം മലേഷ്യയുടെയും വിയറ്റ്നാമിന്റെയും അതിർത്തിയിൽ വെച്ച് സിഗ്നലുകൾ വളരെ ദൂരെ നിന്ന് തിരിച്ചറിഞ്ഞ് നിയന്ത്രിക്കുവാൻ സാധിക്കുന്ന AWACS വിമാനങ്ങൾ MH370 സമീപത്തു കൂടി പറന്നു. AWACS വിമാനങ്ങൾ MH370 ചുറ്റും പറന്നതോടെ വിമാനത്തിന്റെ സിഗ്നലുകൾ ജാമാവുകയും എയർക്രാഫ്റ്റ് റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. കമ്മ്യൂണിക്കേഷൻ ജാം ആയതോടെ MH370 AWACSൽ നിന്ന് മറ്റൊരിടത്ത് ലാൻഡ് ചെയ്യുവാൻ നിർദ്ദേശം ലഭിച്ചു. എന്നാൽ ക്യാപ്റ്റൻ സഹാരി ആ നിർദ്ദേശം അംഗീകരിച്ചില്ല. തുടർന്ന് MH370 ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര തുടർന്നിരിക്കാം. ചൈനയുടെ സമീപത്ത് എത്തിയപ്പോൾ AWACS പിന്തിരിഞ്ഞുവെങ്കിലും MH370 നിലതെറ്റി ആളുകൾ എത്തിപ്പെടാൻ സാധ്യതയില്ലാത്തയൊരിടത്ത് തകർന്നു വീണിരിക്കാമെന്നും ഇവർ നിരീക്ഷിക്കുന്നു. എന്നാൽ ഈ വാദത്തെയും മലേഷ്യൻ അധികൃതർ ശക്തമായി എതിർത്തു. 2015 കിഴക്കൻ ആഫ്രിക്കൻ തീരത്തിന് സമീപത്തുള്ള റീയൂണിയൻ ദ്വീപിൽ വെച്ച് ഒരു വിമാനത്തിന്റെ ചിറകുഭാഗം കണ്ടെത്തി. ബ്ലെയിൻ ഗിബ്സൺ എന്ന ആളായിരുന്നു ഈ വിമാനാവശിഷ്ടം കണ്ടെത്തിയത്. ഈ അവശിഷ്ടം MH370 മലേഷ്യൻ അധികൃതർ സ്ഥിരീകരിച്ചു. പിന്നീട് ടാൻസാനിയ, മൊസംബിക്, ദക്ഷിണാഫ്രിക്ക, മഡഗാസ്കർ, മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളുടെ കരയിൽ നിന്നും 27ഓളം വിമാനാവശിഷ്ടങ്ങൾ കൂടി ഇയാൾ കണ്ടെത്തി. ഇതിൽ 3 എണ്ണം MH370 മലേഷ്യൻ അധികൃതർ സ്ഥിരീകരിച്ചു. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയ്ക്ക് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തകർന്നു വീണ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ തിരമാലകളിൽപ്പെട്ട് ആഫ്രിക്കയുടെ തീരത്തെത്തിയതാകാമെന്നായിരുന്നു അധികൃതർ നൽകിയ വിശദീകരണം. എന്നാൽ ആ അവശിഷ്ടങ്ങൾ ആരോ അവിടെ കൊണ്ടുപോയി ഇട്ടതുപോലെ തോന്നിപ്പിക്കുന്നതാണ് എന്ന ആരോപണമുയർന്നു. അവശിഷ്ടങ്ങളെല്ലാം ലഭിച്ചത് ഒരാൾക്കായതുകൊണ്ട് ബ്ലെയിൻ ഗിബ്സണും സംശയത്തിന്റെ നിഴലിലായി. ഇതിനിടയിൽ ക്യാപ്റ്റൻ സഹാരിയുടെ വീട്ടിൽ നിന്ന് ഫ്ലൈറ്റ് സിമുലേറ്റർ കണ്ടെത്തി. പൈലറ്റ് പരിശീലനത്തിന് വേണ്ടി വിമാനം പറത്താനും അതിനാവശ്യമായ അന്തരീക്ഷം കൃത്രിമമായി സൃഷ്ടിക്കുവാനും സാധിക്കുന്ന ഉപകരണമാണ് ഫ്ലൈറ്റ് സിമുലേറ്റർ. അപകടമുണ്ടാകുന്നതിന് 1 മാസം മുമ്പ് MH370 പറന്ന വഴിയെ ക്യാപ്റ്റൻ സഹാരി ഹോം സിമുലേറ്റർ ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഹോം സിമുലേറ്റർ പരിശോധനകൾക്കായി FBI കൈമാറി. സിമുലേറ്ററിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിമാനം ആദ്യം മലാക്ക കടലിടുക്കിലേക്കും തുടർന്ന് തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുമാണ് പോയതെന്ന് വിലയിരുത്തപ്പെട്ടു. മലേഷ്യയുടെയും വിയറ്റ്നാമിന്റെയും വ്യോമ അതിർത്തിയിൽ വെച്ച് MH370 U-ടേൺ എടുത്തു എന്ന് പറയുമ്പോഴും അതിന് തെളിവ് കാണിക്കുവാൻ മലേഷ്യയ്ക്കായില്ല. വിയറ്റ്നാം, തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ എന്നിങ്ങനെ 6 വ്യത്യസ്ത രാജ്യങ്ങളുടെ വ്യോമപാതയിലൂടെ സഞ്ചരിച്ചിട്ടും ഒരു രാജ്യങ്ങൾക്കും എയർക്രാഫ്റ്റിന്റെ റഡാർ ഇമേജ് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നത് അങ്ങേയറ്റം നിഗൂഢത വർദ്ധിപ്പിച്ചു. വിമാനം കാണാതായി 2 വർഷവും 10 മാസവും പിന്നിട്ടപ്പോൾ വിശ്വസനീയമായ തെളിവുകൾ ലഭിക്കും വരെ MH370 അന്വേഷണം സസ്പെൻഡ് ചെയ്തതായി മലേഷ്യ അറിയിച്ചു. കാണാതായി 4 വർഷവും 4 മാസവും പിന്നിട്ടപ്പോൾ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിന്റെ ഫൈനൽ റിപ്പോർട്ട് പുറത്തുവന്നു. പൈലറ്റ് സഹാരി അഹമ്മദ് ഷാ വളരെയധികം കഴിവുള്ളയാളായിരുന്നു. അദ്ദേഹത്തിന് മാനസിക സമ്മർദ്ദമുള്ളതിന്റെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. പെരുമാറ്റത്തിനും വ്യത്യാസമുണ്ടായിരുന്നില്ല എന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നു. അതോടെ മാസ് മർഡർ സൂയിസൈഡ് എന്ന സാധ്യതയിൽ നിന്നും ക്യാപ്റ്റൻ സഹാരി സ്വതന്ത്രനായി. എന്നാൽ മുൻ നിശ്ചയിച്ച പാതയിൽ നിന്ന് വിമാനം തിരിഞ്ഞു സഞ്ചരിച്ചതിന്റെ കാരണം വ്യക്തമല്ലെന്ന് മലേഷ്യയുടെ റിപ്പോർട്ടിൽ പറയുന്നു. സമീപകാലത്ത് എയ്റോസ്പേസ് വിദഗ്ധരായ ജീൻ ലൂക്ക് മർച്ചന്റും പൈലറ്റ് പാട്രിക് ബെല്ലിയും 10 ദിവസത്തെ തിരച്ചിൽ കൊണ്ട് വിമാനം കണ്ടെത്താനാകുമെന്ന് അവകാശപ്പെട്ട് മുന്നോട്ട് വന്നിരുന്നു. പരിചയസമ്പന്നനായ ഒരു പൈലറ്റ് വിമാനം തട്ടിക്കൊണ്ടുപോയി ആഴക്കടലിൽ വീഴ്ത്തിയതാണെന്നായിരുന്നു ഇവരുടെ വാദം. എന്നാൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തിയ അന്വേഷണങ്ങളെല്ലാം നിരാശ മാത്രം സമ്മാനിച്ചതുകൊണ്ട് പാട്രിക്കിന്റെയും ജീനിന്റെയും ആവശ്യത്തെ മലേഷ്യ തള്ളിക്കളഞ്ഞേക്കാം. എന്തു തന്നെ ആയാലും MH370 ഉയർത്തുന്ന ചോദ്യങ്ങളും ആശങ്കകളും നിരവധിയാണ്. അങ്ങേയറ്റം സുരക്ഷാ സംവിധാനങ്ങളുള്ള വിമാനം
6 രാജ്യങ്ങളുടെ റഡാർ വെട്ടിച്ച് ആകാശമധ്യത്തിൽ നിന്ന് എവിടെ പോയി? വിമാനം ഹൈജാക്ക് ചെയ്തതാണെങ്കിൽ ആരാണ്, എന്തിനാണത് ചെയ്തത്? അവസാന നിമിഷം സ്കാനിംഗ് ഒഴിവാക്കി വിമാനത്തിൽ കയറ്റിയ ആ ചരക്കുകൾ അപകടകാരികളായിരുന്നോ? എന്തുകൊണ്ട് 10 വർഷങ്ങൾക്കിപ്പുറം വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് അടക്കം സുപ്രധാന അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല? ഉത്തരം കിട്ടും വരെയും ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. കാരണം സാങ്കേതികവിദ്യ ഇത്രയധികം വികസിച്ച കാലഘട്ടത്തിൽ കൃത്യമായ ട്രാക്കിംഗ് സംവിധാനങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളുമുള്ള ഒരു വിമാനം ആകാശമധ്യേ കാണാതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് അങ്ങേയറ്റം വിചിത്രമാണ്. ലോക വ്യോമയാന ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ദുരൂഹതയാണ്.